Dear friends, welcome back to Cost Accounting Lectures. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസിംഗ് ആണ്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നോണം കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായി മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസിംഗ് ചെയ്യുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുന്ന മെത്തേഡുകളുടെ കൂട്ടത്തിൽ ആവറേജ് മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവറേജ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് മെത്തേഡും ഉണ്ട്. അതിൽ സിമ്പിൾ ആവറേജ് മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരമുള്ള ഒരു പ്രോബ്ലമാണ്. എങ്ങനെയാണ് ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു സ്ഥാപനത്തിൻ്റെ ഒരാഴ്ചത്തെ ട്രാൻസാക്ഷനാണ് തന്നിരിക്കുന്നത്. മാർച്ച് മാസത്തെ 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഡീറ്റെയിൽസാണ്. ഓപ്പണിംഗ് ബാലൻസ് കാണാം. എത്ര ടണ്ണാണ് ബാലൻസ് ഉള്ളതെന്നും യൂണിറ്റ്, ടണ്ണ്, ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞാൽ സെയിമാണ്. ഏത് യൂണിറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ടൺ എന്നാണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ഓക്കെ. ഓപ്പണിംഗ് ബാലൻസ് 200 ടൺസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹50 പെർ ടൺ എന്നാണ് ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കുന്നത്. 3-ാം തീയതി ഇഷ്യൂ ആണ് 120 ടൺസ്. 4-ാം തീയതി പർച്ചേസ് 240 ടൺസ് അറ്റ് ദ റേറ്റ് ഓഫ് 50.5 പെർ ടൺ. 5-ാം തീയതി ഇഷ്യൂഡ് 100 ടൺ. മാത്രമല്ല സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിവീൽസ് എ ലോസ് ഓഫ് 2 ടൺസ്. 6-ാം തീയതി റിസീവ്ഡ് ബാക്ക് ഫ്രം കംപ്ലീറ്റ് വർക്ക് ഓർഡർ 40 ടൺസ്. previously issued at the rate of 50.25 per ton. 7-ാം തീയതി issued 160 tons. ഇതാണ് ഡീറ്റെയിൽസ്. നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രിപ്പയർ എ സ്റ്റോക്സ് ലെഡ്ജർ ഓൺ ദ ബേസിസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരമാണ് സ്റ്റോക്സ് ലെഡ്ജർ ഷീറ്റ് ചെയ്യേണ്ടത്. ഫിഫോ മെത്തേഡ് പ്രകാരവും ലിഫോ മെത്തേഡ് പ്രകാരവും സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരവും സ്റ്റോക്ക് ലെഡ്ജർ ഷീറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരം സ്റ്റോക്ക് ലെഡ്ജർ ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ് us കണ്ടിന്യൂ. ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സ്റ്റോക്സ് ലെഡ്ജർ അക്കൗണ്ട് അണ്ടർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഫോർമാറ്റ് നിങ്ങൾക്കറിയാം. ഡേറ്റ് കോളവും റെസീറ്റ്സ് കോളവും ഇഷ്യൂ കോളവും ബാലൻസ് കോളവും. ആവറേജ് മെത്തേഡ് ആകുമ്പോൾ ബാലൻസ് കോളത്തിൽ യൂണിറ്റ് റേറ്റ് കാണിക്കുന്നില്ല, ക്വാണ്ടിറ്റിയും എമൗണ്ടും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം ഫോളോ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഓപ്പണിംഗ് ബാലൻസ് മാർച്ച് 2-ാം തീയതി. ഓപ്പണിംഗ് ബാലൻസ് കോളത്തിൽ ക്വാണ്ടിറ്റിയും എമൗണ്ടും എഴുതിയാൽ മതിയാകും. യൂണിറ്റ് റേറ്റിന് കോളം ഇല്ല. അപ്പോൾ 200 അറ്റ് ദ റേറ്റ് ഓഫ് ₹50 പെർ ടൺ എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ 200 × 50 10,000 എന്ന എമൗണ്ട് ചേർക്കുക. 200 10,000 ബാലൻസ് കോളത്തിൽ. ഓക്കെ. ഇനി 3-ാം തീയതി ഇഷ്യൂ ആണ്. ഇഷ്യൂഡ് 120 ടൺസ്. അപ്പോൾ 200 ക്വാണ്ടിറ്റിയിൽ നിന്നും 120 ഇഷ്യൂ ചെയ്യുക. ഇഷ്യൂ കോളത്തിൽ 120 എന്ന് എഴുതുക. എന്നിട്ട് യൂണിറ്റ് റേറ്റ്, ഇഷ്യൂ പ്രൈസിംഗ് ആണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ബാലൻസിൽ കാണുന്ന എമൗണ്ടിനെ ബാലൻസ് കോളത്തിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 200 50 എന്ന് ലഭിക്കും. അതാണ് ഇഷ്യൂ പ്രൈസ്. അപ്പോൾ എമൗണ്ട് കോളത്തിൽ 120 × 50 ചേർക്കുക. 120 × 50 മീൻസ് ഈസ് ഈക്വൽ ടു 6,000. അങ്ങനെ എമൗണ്ട് 6,000 വരും. അപ്പോൾ 3-ാം തീയതി ആകുമ്പോഴുള്ള ബാലൻസ് പൊസിഷൻ 200-ൽ നിന്നും 120 ഇഷ്യൂ ചെയ്തു. അപ്പോൾ 80 ആയി മാറി. ക്വാണ്ടിറ്റി കോളത്തിൽ 80 എന്നും എമൗണ്ട് കോളത്തിൽ 10,000-ൽ നിന്നും 6,000 ലെസ് ചെയ്യുക. 6,000 വർത്ത് വാല്യൂഡ് മെറ്റീരിയൽസ് ആണല്ലോ ഇഷ്യൂ ചെയ്തത്. അങ്ങനെയാകുമ്പോൾ 10,000-ൽ നിന്നും 6,000 ലെസ് ചെയ്യുക, 4,000 ലഭിക്കും. അപ്പോൾ ബാലൻസ് പൊസിഷൻ എന്താണ്? 80 ആൻഡ് 4,000. ക്വാണ്ടിറ്റി 80യും എമൗണ്ട് 4,000. ഓക്കെ.
ഇനി 4-ാം തീയതി പർച്ചേസ്ഡ് ആണ്. പർച്ചേസ് 240 tons അറ്റ് ദ റേറ്റ് ഓഫ് 50.5 per ton. അങ്ങനെയാകുമ്പോൾ അത് അതേപോലെ റെക്കോർഡ് ചെയ്യുക. 240 ക്വാണ്ടിറ്റി 50.5 ഇൻറ്റു ചെയ്താൽ 240 × 50.5 ഈസ് ഈക്വൽ ടു 12,120 എന്ന് ലഭിക്കും. ഓക്കെ, അത് ബാലൻസ് കോളത്തിൽ ചേർത്തെഴുതുക. 80 ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 240 കൂടെ ചേർന്നപ്പോൾ 320 ആയി. 80 + 240 320 ക്വാണ്ടിറ്റി. എമൗണ്ടും അതേപോലെ കൂട്ടി എഴുതുക. 4,000 ആണ് നിലവിലുള്ളത്. അതിൻ്റെ കൂടെ 12,120 വന്നാൽ 16,120 ആവും. 16,120 എന്ന് എമൗണ്ട് ലഭിക്കും. ഓക്കെ, ഇനി 5-ാം തീയതി നോക്ക്. ഇഷ്യൂഡ് 100 tons. ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നു. സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിവീൽസ് എ ലോസ് ഓഫ് 2 tons. ഒരു 2 ടണ്ണിൻ്റെ ലോസ് ഉണ്ട്. സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ 2 ടണ്ണിൻ്റെ ലോസ് കണ്ടെത്തിയിട്ടുണ്ട്, ഷോർട്ടേജ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ആവറേജ് മെത്തേഡ് പ്രകാരം ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ആ ലോസ് അതേപോലെ ഷോർട്ടേജ് അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രം റെക്കോർഡ് ചെയ്താൽ മതിയാവും. ഇഷ്യൂ കോളത്തിൽ ക്വാണ്ടിറ്റി എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷോർട്ടേജ് വന്നാൽ ആസ് ഫാർ ആസ് സ്റ്റോഴ്സ് ലെഡ്ജർ കൺസേൺഡ് ഇറ്റ് ഈസ് ഇഷ്യൂ. ഒരു ഇഷ്യൂ പോലെ കണക്കാക്കിയാൽ മതി. ഇപ്പോൾ 2 നേരത്തെയൊക്കെ നമ്മൾ ചെയ്താണ് ഇഷ്യൂ. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഇഷ്യൂ പ്രൈസും എമൗണ്ടും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ക്വാണ്ടിറ്റി കോളത്തിൽ മാത്രം 2 tons ക്വാണ്ടിറ്റിയിൽ 2 ബ്രാക്കറ്റിൽ വേണേൽ ലോസ് എഴുതി കൊടുക്കുക ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി. അപ്പോൾ 2 എന്നെഴുതുക. അങ്ങനെ ആകുമ്പോൾ ബാലൻസിൽ എന്താ മാറ്റം വരിക? എമൗണ്ടിൽ യാതൊരു മാറ്റവും ഇല്ല. ആ 16,120 അങ്ങനെ തന്നെ എടുത്തെഴുതുക. എന്നാൽ ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നു. 320 ഉള്ളത് 2 കുറഞ്ഞു 318 ആയി. ഓക്കെ, അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിവീൽസ് എ ലോസ് ഓഫ് 2 tons എന്ന് പറഞ്ഞാൽ ഈ ആവറേജ് മെത്തേഡ് പ്രകാരം റേറ്റ് കോളത്തിലും എമൗണ്ട് കോളത്തിലും കാണിക്കേണ്ടതില്ല. റേറ്റ് കോളത്തിലുണ്ടെങ്കിൽ മാത്രമേ എമൗണ്ട് കോളത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ റേറ്റ് കോളത്തിൽ ഒന്നും യൂണിറ്റ് റേറ്റ് കൊടുക്കാത്തത് കൊണ്ട് എമൗണ്ടും ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി കോളത്തിൽ 2 ലെസ് ചെയ്യാം. അപ്പോൾ ക്വാണ്ടിറ്റി കുറയുമ്പോൾ ബാലൻസിലും ക്വാണ്ടിറ്റിയിൽ കുറവ് വരും. 320 എന്നുള്ളത് 318 ആവും. എമൗണ്ടിൽ യാതൊരു മാറ്റവും ഇല്ല. യൂണിറ്റ് റേറ്റ് മാറാത്തതുകൊണ്ട് എമൗണ്ടിലും മാറ്റമില്ല. ഓക്കെ, ഇനി 5-ാം തീയതി ഇഷ്യൂ ആണ് നമ്മളോട് പറയുന്നത്. അതിൻ്റെ ബാക്കി 5-ാം തീയതി നമ്മൾ 100 ടൺ ഇഷ്യൂ ചെയ്തതായിട്ട് കണ്ടു. അത് റെക്കോർഡ് ചെയ്യുക. ഇനി ഷോർട്ടേജ് ചെയ്തതിന് ശേഷം 100 യൂണിറ്റ് ക്വാണ്ടിറ്റി കോളത്തിൽ ഇഷ്യൂ കോളത്തിൽ ക്വാണ്ടിറ്റി കോളത്തിൽ 100 എന്നെഴുതുക. ഇനി അതിൻ്റെ യൂണിറ്റ് പ്രൈസ് എങ്ങനെ കാണും? നിലവിലുള്ള സ്റ്റോക്ക് ഏതാണ്? നിലവിൽ ബാലൻസ് ഉള്ളത് 16,120 318 ആണ്. ഓക്കെ, ക്വാണ്ടിറ്റി 318 16,120 ബാലൻസുമാണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുക. 16,120 ഡിവൈഡഡ് ബൈ 318. അപ്പോൾ നമുക്ക് 50.69 എന്ന് ലഭിക്കും. 50.69 അതാണ് ഇഷ്യൂ പ്രൈസ്. അപ്പോൾ 100 × 50.69 5069 എന്ന് ലഭിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാലൻസിൽ എന്ത് മാറ്റം വരും? ബാലൻസ് കോളത്തിൽ ക്വാണ്ടിറ്റി കോളത്തിൽ 318 ഉള്ളത് 100 കുറഞ്ഞാൽ 218 മാറും. 218 എന്ന് 5-ാം തീയതി ക്ലോസ് ചെയ്യുമ്പോഴുള്ള ബാലൻസ് ആണ് ക്വാണ്ടിറ്റി 218. അതായത് 318 - 100. ദെൻ എമൗണ്ടും അതേപോലെ 16,120 - 5069 11,060 എന്ന് ലഭിക്കും. ഓക്കെ, ഇതാണ് 5-ാം തീയതിയത്തെ പൊസിഷൻ. ഇനി 6-ാം തീയതി പറയുന്നത് എന്താ? റിസീവ്ഡ് ഫ്രം കംപ്ലീറ്റ് വർക്ക് ഓർഡർ 40 tons പ്രീവിയസ്ലി ഇഷ്യൂഡ് അറ്റ് ദ റേറ്റ് ഓഫ് 50.25 ടൺ. ഓക്കെ, അങ്ങനെ ബ്രാക്കറ്റിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കാണാൻ പോകേണ്ടില്ല. ഇഷ്യൂ പ്രൈസിങ് ഫിക്സ് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് റെസീറ്റ്സ് ആണെന്ന് നമുക്കറിയാം. അതായത് ഒരു വർക്ക് ഓർഡറിൽ നിന്നും എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ വന്നതാണ്. മുമ്പെങ്ങോ ഇഷ്യൂ ചെയ്തത് തിരികെ വന്നു. ഏതോ ഒരു ആഴ്ച ഏതോ ഒരു വീക്കിൽ ഇഷ്യൂ ചെയ്തത് തിരികെ വന്നു. 50.25 ഇഷ്യൂ ചെയ്തത്. ഇതേ നാച്ചുറൽ ട്രാൻസാക്ഷൻ നമ്മൾ മുമ്പ് കണ്ടിരുന്നു, മറ്റ് മെത്തേഡുകളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു പർച്ചേസായിട്ട് പരിഗണിച്ചാൽ മതി. റിസീവ്ഡ് ഫ്രം കംപ്ലീറ്റ് വർക്ക് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പർച്ചേസാണ്. സപ്ലയർ കൊണ്ടുവന്നല്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നാണ്. എങ്കിലും
അതൊരു പർച്ചേസാണ് ഈ ഒരു സ്റ്റോക്സ് ലെഡ്ജർ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 40 ടൺ എവിടെ കാണിക്കുക? റെസീറ്റ്സ് കോളത്തിൽ കാണിക്കുക. അതിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യൂണിറ്റ് റേറ്റ് 50.25 ആണ്. മുമ്പ് ആ ഒരു റേറ്റിനാണ് ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വേറെ റേറ്റ് ഒന്നും അന്വേഷിച്ച് പോകേണ്ടതില്ല, ആവറേജ് ഒന്നും കാണേണ്ടതില്ല. ഇപ്പോൾ 40 × 50.25 എന്ന് പറഞ്ഞാൽ 2010 എന്നാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അങ്ങനെയാകുമ്പോൾ സ്റ്റോക്ക് പൊസിഷനിൽ മാറ്റം വന്നു. 218 ഉള്ളത് 40 കൂടി 258 ആയി. ബാലൻസിൽ 258 ആയി. അതേപോലെ എമൗണ്ടും എത്ര മാറ്റം വന്നു? 11,060 എന്നുള്ളത് 2010 ചേർന്നാൽ 13,070 എന്ന് എമൗണ്ട് വരും. ഓക്കെ. ഇനി 7-ാം തീയതി എന്താ പറയുന്നത്? ഇഷ്യൂഡ് 160 ടൺസ് എന്നാണ്. അപ്പോൾ നമ്മൾ 160 ടൺ ഇഷ്യൂ ചെയ്യാം. യൂണിറ്റ് റേറ്റ് നിലവിലുള്ള അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ചെയ്യാം. 13,070 ഡിവൈഡഡ് ബൈ 258. അങ്ങനെയാകുമ്പോൾ 50.6 എന്ന് ലഭിക്കും. 160 × 50.6 ഈസ് ഈക്വൽ ടു 8096. 8096 ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ബാലൻസ് കോളത്തിൽ 160 ലെസ് ചെയ്യാം. 258 നിന്നും 160 ലെസ് ചെയ്താൽ 98 എന്ന് വരും. 258 നിലവിലുള്ളത് മൈനസ് ഇപ്പോൾ ഇഷ്യൂ ചെയ്തത് 160. 98 ക്വാണ്ടിറ്റി ലഭിക്കും. അതേപോലെ എമൗണ്ട് 30,070 മൈനസ് 8096. അങ്ങനെയാകുമ്പോൾ 4,974. ഓക്കെ, ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതേണ്ടത് 98 ടൺസ്, വാല്യൂ റുപ്പീസ് 4,974. ഓക്കെ, ഇതാണ് സ്റ്റോക്സ് ലെഡ്ജർ അക്കൗണ്ട് അണ്ടർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഓക്കെ.